പ്രണയത്തിന് എപ്പോഴും ഒരു പുതിയ ഭാഷ നൽകിയ ആളാണ് വിനയൻ. അദ്ദേഹത്തിന്റെ ചിത്രത്തിലെല്ലാം നമുക്കത് കാണാം. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ വിനയൻ സർ. സർ, ഞാനിപ്പോൾ വാർ ആൻഡ് ലവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയാ, ലവും വാറും തമ്മിൽ പ്രണയത്തിനകത്തൊരു യുദ്ധമുണ്ട്. വാർ ആൻഡ് ലവ് എടുത്തത് അങ്ങനല്ല, യുദ്ധത്തിന്റെ മേഖലയിൽ പോയി പ്രണയിച്ചു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും ഒന്നുകിൽ അത് അടുത്ത് ഒത്തിരി പ്രണയിക്കുമ്പോൾ നമ്മുടെ ഫാമിലികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, യുദ്ധം നേരിടേണ്ടി വരുന്ന കപിതാക്കൾ, അതൊരു കണക്കിന് യുദ്ധം തന്നെയാണ്. മറ്റൊരു യുദ്ധം ഞാൻ മാനസികമായിട്ട് പറയാമല്ലോ, ഭയങ്കരമായിട്ട് കണ്ട മാത്രയിൽ കണ്ണുകൾ തമ്മിൽ ഇണചേർന്ന് ഒടുവിൽ ഹൃദയങ്ങൾ തമ്മിൽ ഇണചേർന്ന് ശരീരം തമ്മിൽ ഇണചേരുന്ന അവസ്ഥയിലോട്ട് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒത്തിരി അകൽച്ചയുണ്ട്, എനിക്ക് ചേരാൻ പറ്റുന്നില്ല ഇവനോട് എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. ഒടുവിൽ അവൾ ആ യുദ്ധത്തിൽ തോറ്റ് എനിക്ക് നിന്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് ഒറ്റയ്ക്ക് വന്ന് താമസിക്കുമ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് ഒരു വാറിൽ നഷ്ടപ്പെട്ട ജീവന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വാറാം ലവുമായിട്ട് ബന്ധമാണ്. ഞാൻ ശരിക്കും ആദ്യം പറഞ്ഞ ഒരു വാറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, അതായത് വീട്ടിൽ നടക്കുന്ന വാറിനെ കുറിച്ച്. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ചിന്തിച്ചിരുന്നില്ല. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ 567-678 അയക്കുക. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു, എൻ്റെ കൂടെ ഡയറക്ടർ വിനയൻ. സർ, താങ്കളുടെ സിനിമയിൽ ഒരുപാട് നല്ല പ്രണയഗാനങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നല്ല പ്രണയഗാനങ്ങൾ തന്നതും താങ്കൾ തന്നെ ആയിരിക്കും. പ്രണയത്തിലായി കഴിയുമ്പോൾ നമ്മളങ്ങനെ പാട്ടൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും പ്രണയവും സംഗീതവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന് പറയാറുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ പ്രണയവും സംഗീതവും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരിക്കുന്നത്? പ്രണയത്തിന് ഭയങ്കര മൂഡ് കൊടുക്കുന്ന ഒന്നാണ് സംഗീതം. അത് പ്രണയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രണയം സ്റ്റാർട്ട് ചെയ്യാനൊന്നുമല്ല. ഒരുത്തൻ പാടിയാൽ ആ പാട്ട് കേട്ടിട്ടൊരു പെണ്ണും പ്രണയിച്ചു എന്നൊന്നും പറയുന്നതിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വളരെ റയറാണ്. പക്ഷെ പ്രണയത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അല്ലെ പ്രണയം വിരഹമായിട്ട് പ്രണയം മാറിക്കഴിയുമ്പോൾ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലമുറ സംഗീതവും പ്രണയവുമായിട്ട് ഭയങ്കര മിക്സ് ചെയ്തൊരു തലമുറയിലാണ് നമ്മൾ വളർന്നത്. നമ്മുടെ ഒരു സംസ്കാരവും അതുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിനിമകളിൽ, എന്തുകൊണ്ട് ഹോളിവുഡ് സിനിമകളിലൊന്നും പാട്ടൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ സിനിമകളിൽ പാട്ടില്ലേ നമുക്കൊരു കുറവാണ്. അത് തന്നെയാണ് എൻ്റെ കാര്യം. ശരിയാണ് കേട്ടോ. ഒരു റൊമാൻറ്റിക് മൂവി ആണെങ്കിൽ അതിന് എത്ര വന്നാലും റൊമാൻറ്റിക് സോങ്സ് ഉണ്ടാവും. എനിക്ക് നമുക്ക് തന്നെ തോന്നും എന്തോ തീരാത്തൊരവസ്ഥ, അത് ഫുൾ അല്ലാത്ത പോലെ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജ് അയച്ചോളൂ 567-678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഡ്രാക്കുള. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ. സാറിൻ്റെ ഈ ഡ്രാക്കുള എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു പ്രണയമുണ്ട്. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭർത്താവ് ജീവിതത്തിന്റെ അഭിലാഷങ്ങൾ മാറ്റിവെക്കുന്നത്. ശരിക്കും ഇങ്ങനെ നിർബന്ധങ്ങൾക്ക് നമ്മൾ വഴങ്ങി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതനുസരിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാളെ വിട്ടുകൊടുക്കുക, മറ്റാളത് അനുസരിക്കുക, ഇതിലൊക്കെ ശരിക്കും ഒരു റിലേഷൻഷിപ്പിലെ കാര്യമില്ലേ? ഉണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ഒരു സ്ഥാനം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാനം നല്ല പ്രണയത്തിനിടയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ പറയുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവൻ പറയുന്നതിനോട് തനിക്ക് ഒട്ടും അഭിപ്രായം ഇല്ലെങ്കിൽ കൂടി അവൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അത് അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നിടത്താണ്, ആ ത്യാഗത്തിലാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത്തരം പ്രണയം ചിലപ്പോൾ അവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടി അവക്ക് മാനസികമായിട്ട് അവർക്ക് ഭയങ്കര സംതൃപ്തി നൽകും. അവനത് മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടി ഞാൻ അവന് വേണ്ടി ചെയ്തു, അല്ലെ അവളത് മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടി ഞാൻ അവൾക്ക് വേണ്ടി അത് സഫർ ചെയ്തു, ത്യാഗം ചെയ്തു എന്നൊക്കെ പറയുന്നതിന് ഭയങ്കര സുഖമുണ്ട്. പക്ഷെ ആ സുഖമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇവരെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, സംശയമില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ പലപ്പോഴും റിലേഷൻഷിപ്സിൽ നമ്മൾ കാണാറ് അതൊന്നും അല്ലല്ലോ. മറ്റയാളെ വിട്ടു തരണം, അത് കണ്ട് നമുക്ക് സംതൃപ്തി ഉണ്ടാവണം. അല്ലാതെ ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തല്ലോ അവന് വേണ്ടി ചെയ്തല്ലോ എന്നോർത്ത് സന്തോഷം വരുന്നവർ കുറവാണ് സർ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ, ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ഹി വാസ് മാഡ്ലി ഇൻ ലവ്. ഈ ഹി എന്ന് പറയുമ്പോൾ ഡ്രാക്കുളയാണ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഡയറക്ടർ വിനയൻ. സർ, ഈ ഡ്രാക്കുള ഭ്രാന്തമായ പ്രണയത്തിലായിരുന്നു. അങ്ങനെ പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ പ്രണയിക്കേണ്ടത്? ഭ്രാന്തമായി പ്രണയത്തിനൊരു ഭ്രാന്തുണ്ടെങ്കിലേ അതിൻ്റെ സുഖമുള്ളൂ. തീർച്ചയായിട്ടും പ്രണയം ഒന്ന് മാറി എന്ന് ചിന്തിച്ചിട്ട് വേണോ വേണ്ടയോ എന്ന് നോക്കേണ്ട ഒരു സംഭവമല്ല.
പ്രണയം തോന്നിയാൽ പ്രണയിക്കുക, 100% അതിനകത്ത് ഇൻവോൾവ് ആകുക. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ പക്ഷെ പലരും ഭ്രാന്തമായിട്ട് നടക്കാറുണ്ട്, ഈ ഡ്രാക്കുളയെ പോലെ. റിയൽ ലൈഫിൽ എല്ലാവരും ഒരു കണക്കിന് ഡ്രാക്കുളയാണോ? സംശയമില്ല, പലരും അതെ. പലരും ഡ്രാക്കുളയുടെ ഒരു മാനസികാവസ്ഥയുണ്ട്, അവളെ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾക്ക് ഡ്രാക്കുളയാകാൻ പറ്റില്ലല്ലോ. നമ്മളതുകൊണ്ട് ഒടുവിൽ അവൻ ദേവദാസായി മാറുന്നു. ചിലപ്പോൾ അവൻ നിസ്സാരമായിട്ട് അവന്റെ ജീവിതത്തിലൂടെ തിരിച്ചു പോകണം. അതെനിക്കിഷ്ടപ്പെട്ടു. കൂടുതലും ദേവദാസ്മാരെയാണ് നമ്മൾ കാണാറ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേ ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കാനുള്ള സമയമായിരിക്കാം. ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്പർ 567-678. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.